എല്ലാവർക്കും നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നൊരു ചെറിയ വ്ലോഗാണ്. അപ്പോൾ എൻ്റെ ഒരു ദിവസത്തെ കുറച്ച് കാര്യങ്ങൾ ഞാൻ നിങ്ങളോടൊന്ന് ഷെയർ ചെയ്യാണ്. അപ്പോൾ ഇന്ന് വർക്കിംഗ് ഡേ ആണ്, ഫ്രൈഡേ ആണ്. ഇപ്പോൾ ഒരു 10 മണിയൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ സാധാരണ വർക്കിംഗ് ഡേയ്സിൽ രാവിലെ അത്യാവശ്യം തിരക്കുള്ള ഒരു സമയമാണ്. അപ്പം മോനെ സ്കൂളിൽ വിടണം, ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കണം, അങ്ങനെ അത്യാവശ്യം ഒരു ഭയങ്കര തിരക്ക് പിടിച്ചൊരു സമയമാണ് എല്ലാ വർക്കിംഗ് ഡേയ്സിലും രാവിലെ. അപ്പോൾ രാവിലത്തെ ആ ഒരു തിരക്കുകളൊക്കെ കഴിഞ്ഞ് ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ ഉണ്ടാക്കി കഴിച്ചു, മോൻ സ്കൂളിൽ പോയി, അങ്ങനെ എല്ലാ കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് ഞാൻ കുറച്ചിട്ട് TV ഒക്കെ കണ്ടിരിക്കും. ഞാൻ ഒരു സിനിമ കണ്ടുകൊണ്ടിരിക്കുകയായിരുന്നു, യോധ. നമുക്ക് എല്ലാവർക്കും അറിയാം, അടിപൊളി സിനിമ. അപ്പോൾ കുറച്ചിട്ട് സിനിമയൊക്കെ കണ്ടിരുന്നിട്ട് ഞാൻ നേരെ കിച്ചണിലേക്ക് കയറുകയാണ്. അപ്പോൾ കുറച്ച് പാത്രങ്ങളൊക്കെ കഴുകാനുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ആ പാത്രങ്ങളൊക്കെ ഒന്ന് കഴുകി ഒതുക്കി വയ്ക്കുകയാണ്. അപ്പോൾ പാത്രങ്ങളെല്ലാം കഴുകി കിച്ചണൊക്കെ ഒന്ന് നീറ്റാക്കിയതിന് ശേഷം ബാക്കി ഉച്ചത്തേക്കുള്ള കാര്യങ്ങളൊക്കെ റെഡിയാക്കാൻ തുടങ്ങും. അപ്പോൾ എനിക്ക് കിച്ചൺ എപ്പോഴും നല്ല ക്ലീനായിട്ട് നല്ല നീറ്റായിട്ട് ഇരിക്കണം. എങ്കിൽ ആ ഒരു പിന്നീട് കിച്ചണിൽ നിന്നിട്ട് ഇങ്ങനെ കുക്ക് ചെയ്യാനൊക്കെ ഉള്ള ഒരു പോസിറ്റീവ് ഒരു ഇത് കിട്ടാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്യുന്നത്. അപ്പം ഫുൾ ഞാൻ പാത്രങ്ങളൊക്കെ ഒന്ന് ക്ലീനാക്കി ഫുൾ അടുക്കളയിൽ നിന്ന് ഒതുക്കി വയ്ക്കുകയാണ്. Fire and ice, I put it all on the line. It was worth it to me. I saw what we could be. Gave you my hand to hold. പാത്രങ്ങളെല്ലാം കഴുകി കഴിഞ്ഞു. ഇനി കൗണ്ടർ ടോപ്പൊക്കെ ഒന്ന് തുടച്ച് ക്ലീൻ ആക്കുകയാണ്. Fire and ice, I put it all on the line. It was worth it to me. രാവിലെ കുറച്ച് തുണി വാഷ് ചെയ്യാൻ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് ഫുൾ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. അപ്പം ഞാൻ ആ തുണിയൊക്കെ എടുത്തൊന്ന് വിരിക്കുകയാണ്. ഞാൻ ഡ്രൈ വാഷാണ് ഇട്ടത്. അപ്പോൾ അധികം അതിനകത്ത് അങ്ങനെ വെള്ളവും കാര്യങ്ങളും ഒന്നുമില്ല. തുണി ഏകദേശം പകുതി മുക്കാലും ഉണങ്ങിയിട്ടുണ്ട്. പിന്നെ അത് ഒന്ന് ചൂടാകുമ്പോൾ അതിനകത്ത് ഇങ്ങനെ ആവി തങ്ങി നിൽക്കും. അപ്പോൾ ഇത് അപ്പം തന്നെ തുറന്നെടുത്തില്ലെന്നുണ്ടെങ്കിൽ തുണിയിലൊരു സ്മെല്ല് വരും. അപ്പം ഞാൻ അപ്പം തന്നെ തുണി എടുത്തിട്ട് ഒന്ന് വിരിച്ച് ഇടുകയാണ്. നേരത്തെ വാഷ് ചെയ്ത കുറേ തുണിയൊക്കെ ഇവിടെ കിടപ്പുണ്ടായിരുന്നു. അതൊക്കെ ഉണങ്ങിയതാണ്. അപ്പോൾ അതൊക്കെ ഞാൻ എടുത്തിട്ട് കട്ടിലേക്ക് ഇട്ടിട്ട് ഇപ്പോൾ വാഷ് ചെയ്ത തുണിയൊക്കെ ഇവിടെ വിരിക്കുകയാണ്. ഇതിപ്പോൾ തന്നെ ഞാൻ മടക്കിയൊന്നും വെക്കുന്നില്ല. കുറച്ച് കഴിഞ്ഞ് സമയമുള്ളപ്പോഴാണ് ഇതൊക്കെ മടക്കി വെക്കാറ്. You were fire and ice, I put it all on the line. It was worth it to me. I saw what we could be. Gave you my hand to hold. Didn't think you let go. വെള്ളം കൂടി വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമായതുകൊണ്ട് തന്നെ ഇടയ്ക്കിടയ്ക്ക് ഞാനിങ്ങനെ ഓരോ ഗ്ലാസ് വെള്ളം കുടിക്കും. കിച്ചണിൽ തന്നെ ഇരിക്കുന്ന കാരണം കാണുമ്പോൾ ഓർക്കും, അപ്പം എടുത്ത് കുടിക്കാറുണ്ട്. അപ്പോൾ എന്തായാലും ഇന്ന് കുറച്ച് പയർ തോരൻ വെക്കാമെന്ന് വിചാരിച്ചു. അപ്പം കുറച്ച് പയറെടുത്തിട്ട് നന്നായിട്ട് കഴുകി കുക്കറിലിട്ടിട്ട് ഒന്ന് വേവിച്ചെടുക്കുകയാണ്. പയറെന്ന് പറയുന്നത് നല്ല പ്രോട്ടീൻ റിച്ച് ആയിട്ടുള്ള ഒരു ഫുഡാണല്ലോ. അപ്പം ഞാൻ മിക്കവാറും ദിവസങ്ങളിൽ ഏതെങ്കിലും ഒരു പയറുവർക്കും വെക്കാറുണ്ട്. അത് ചെറുപയറോ കടലയോ അല്ലെങ്കിൽ സോയാബീനോ പിന്നെ പ്രോട്ടീൻ അടങ്ങിയിട്ടുള്ള എന്തെങ്കിലും ഒരു ഐറ്റം ഞാൻ ഡെയിലി ഉൾപ്പെടുത്താറുണ്ട്. ഞാൻ പയർ വെള്ളത്തിലിട്ട് കുതിർത്ത് അങ്ങനെ ചെയ്യാറില്ല. പയർ കുക്കറിൽ വേവിച്ചിട്ട് എടുക്കുകയാണ്. ഒരു 3-4 വിസിലിൽ അത് വെന്ത് കിട്ടും. അപ്പം അങ്ങനെയാണ് ഞാൻ സാധാരണ വയ്ക്കാറുള്ളത്. പയർ നല്ലപോലെ കഴുകി കുക്കറിലേക്ക് ഇട്ടിട്ട് അതിലേക്ക് കുറച്ച് ഉപ്പും മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ട് വെള്ളം ഒഴിച്ചിട്ട് വേവിക്കാൻ വയ്ക്കുകയാണ്. Fire and ice, I put it all on the line. It was worth it to me. I saw what we could be. Gave you my hand
hand to hold. Didn't think you let go. When you lie in your bed and I'm stuck in your head. One day. ഇനി പാലിൽ ചേർക്കാനുള്ള അരപ്പ് റെഡിയാക്കണം. അതിന് വേണ്ടിയിട്ട് ഫ്രിഡ്ജിൽ നിന്ന് തേങ്ങ എടുത്തുകൊണ്ട് വരികയാണ്. തേങ്ങ ഞാൻ നേരത്തെ തന്നെ ഈ ഒരു പാത്രത്തിൽ കുറേ ഇങ്ങനെ ചിരകി വെക്കാറുണ്ട്. അരി ഞാൻ നേരത്തെ തന്നെ അടപ്പയിൽ ഇട്ടിട്ടുണ്ടായിരുന്നു. അത് വെന്ത് റെഡി ആയിട്ടുണ്ട്. ഇനി അത് ഊറ്റി വെക്കുകയാണ്. പാത്രം കഴുകുന്നതിൻ്റെ ആ ഒരു സമയത്ത് അതിന് മുന്നേ ആയിട്ട് ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പം ആ ഒരു പണി കഴിഞ്ഞിട്ടുണ്ട്. ഇനി പയറുതോരനുള്ള അരപ്പ് റെഡിയാക്കാം. ഇപ്പം കടുക് വറുക്കാൻ വേണ്ടിയിട്ട് ഞാൻ കുറച്ച് ചെറിയ ഉള്ളി എടുത്തിട്ട് എൻ്റെ തൊലിയൊക്കെ കളഞ്ഞിട്ട് റെഡിയാക്കി എടുക്കുകയാണ്. അരപ്പിന് വേണ്ടിയിട്ട് മിക്സിയുടെ ചെറിയ ജാറിൽ കുറച്ച് തേങ്ങ, 2 അല്ലി വെളുത്തുള്ളി, ഒരു ചെറിയ ഉള്ളി, കുറച്ച് ജീരകം, കുറച്ച് മുളക് പൊടി, 2 പച്ചമുളക്, ഇത്രയും ചേർത്തിട്ട് മിക്സിയിൽ ഒന്ന് കറക്കി, അതായത് ഒന്ന് ചതച്ചെടുക്കുകയാണ്. Fire and ice, I put it all on the line. It was worth it to me. I saw what we could be. Gave you my hand to hold. Didn't think you let go. When you lie in your bed. ഇനി കടുക് വറുക്കാൻ വേണ്ടിയിട്ട് ചെറിയ ഉള്ളി ചെറുതായിട്ടൊന്ന് അരിഞ്ഞെടുക്കുകയാണ്. പയർ വെന്തിട്ടുണ്ട്. നല്ല കറക്റ്റ് രീതിയിൽ തന്നെ വെന്ത് കിട്ടിയിട്ടുണ്ട്. ഒരു 3 വിസിൽ മതി, 3ഓ 4ഓ. ആ ഒരു സമയം കൊണ്ട് നല്ല രീതിയിൽ തന്നെ അത് അത്യാവശ്യം കുഴഞ്ഞു പോകാതെ വെന്ത് കിട്ടും. കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണ ചൂടാകുമ്പോൾ ഇതിനകത്തേക്ക് കടുക് ഇട്ട് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം അരിഞ്ഞു വെച്ച ചെറിയ ഉള്ളി, കറിവേപ്പില എല്ലാം കൂടിയിട്ട് ഒന്ന് വഴറ്റി കൊടുക്കാം. പിന്നീട് വേവിച്ച് വെച്ച പയർ അതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. കുറച്ച് നേരം എല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്തിട്ട് ഒന്ന് വേകട്ടെ. ഞാൻ അടച്ച് വെക്കുന്നില്ല, കാരണം അത്യാവശ്യം ഇത് വെന്തതാണ്. ഇനി അടച്ച് വെച്ച് ഇത് വീണ്ടും വേകും. അതാണ് അടച്ച് വെക്കുന്നില്ല. അതിനകത്തുള്ള ആ ഒരു വെള്ളം, ചെറിയ ആ ഒരു വെള്ളം ഒന്ന് വറ്റാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യുന്നുണ്ട്. അതിനുശേഷം തേങ്ങ ചിരകി അരച്ചത് അരപ്പ് ചേർത്ത് കൊടുക്കുകയാണ്. എന്നിട്ട് ഇത് ഉള്ളിലേക്ക് വെച്ച് ഒന്നിങ്ങനെ ഇളക്കി തട്ടിപ്പൊത്തി വെച്ച് കൊടുക്കുകയാണ്. തേങ്ങ അതിൻ്റെ ഉള്ളിലിരുന്നൊന്ന് വേകാൻ വേണ്ടിയിട്ട്. ഒരു 2-3 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഒന്നുകൂടെ നല്ലപോലെ ഇളക്കി യോജിപ്പിച്ച് കൊടുക്കുകയാണ്. ഇത് പാകമായിട്ടുണ്ട്. ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇനി ഞാനിത് വേറൊരു പാത്രത്തിലേക്ക് മാറ്റുകയാണ്. ഞാൻ കുക്ക് ചെയ്ത പാത്രത്തിൽ തന്നെ വെക്കാറില്ല, അത് വേറൊരു പാത്രത്തിലേക്ക് മാറ്റിയിട്ടാണ് എടുക്കാറ്. ഇനി ഞാൻ പൊട്ടറ്റോ മെഴുക്ക് പുരട്ടി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഒരു 3 ഉരുളക്കിഴങ്ങ് എടുക്കുകയാണ്. ഞങ്ങൾക്ക് അത്ര ആവശ്യമുള്ളൂ. എന്നിട്ട് ഉരുളക്കിഴങ്ങിൻ്റെ തൊലിയൊക്കെ ഒന്ന് ചെത്തി കളയാണ്. എന്നിട്ട് അത് നന്നായിട്ട് കഴുകി എടുത്തിട്ട് ചെറിയ ചെറിയ ക്യൂബ്സായിട്ട് അരിഞ്ഞെടുക്കുകയാണ്. You were fire and ice, I put it all on the line. It was worth it to me. I saw what we could be. Gave you my hand. ഞാൻ ഉരുളക്കിഴങ്ങ് വെള്ളത്തിലിട്ടല്ല വേവിക്കാറ്. ഞാൻ മൈക്രോവേവിൽ വെച്ചിട്ടാണ് വേവിച്ചെടുക്കുന്നത്. അതൊരു 5 സെക്കൻഡൊക്കെ വയ്ക്കുമ്പോഴത്തേക്കും കറക്റ്റായിട്ട് വെന്ത് കിട്ടും. ഉൾഭാഗമൊക്കെ നന്നായിട്ട് വെന്ത് കിട്ടും. ഉരുളക്കിഴങ്ങ്, അതുപോലെ തന്നെ ബ്രൊക്കോളി, മധുരക്കിഴങ്ങ്, ഇങ്ങനത്തെ സാധനങ്ങളെല്ലാം ഞാൻ അങ്ങനെയാണ് വേവിച്ചെടുക്കാറ്. Fire and ice, I put it all on the line. It was worth it to me. I saw what we could be. അപ്പോൾ ഉരുളക്കിഴങ്ങൊക്കെ ചെറിയ ചെറിയ ക്യൂബ്സ് ആയിട്ട് അരിഞ്ഞു വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് കുറച്ച് ഉപ്പിട്ടിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുകയാണ്. ഇനി ഇത് മൈക്രോവേവിൽ വെച്ചിട്ട് വേവിക്കുകയാണ്. ആദ്യം ഒരു 3 സെക്കൻഡ് ഇട്ട് കൊടുക്കും. 3 സെക്കൻഡ് കഴിയുമ്പോൾ ജസ്റ്റ് അതൊന്ന് ഇളക്കിയിട്ടിട്ട് വീണ്ടും ഒരു
2 അല്ലെങ്കിൽ 3 സെക്കൻഡ് ഒന്നുകൂടെ വേവിച്ചെടുക്കും. അപ്പോഴത്തേക്ക് കറക്റ്റ് അത് വെന്ത് കിട്ടും. ഉൾഭാഗമൊക്കെ നന്നായിട്ട് വെന്തിട്ട് കറക്റ്റ് വേവിൽ നമുക്ക് കിട്ടുന്നതായിരിക്കും. ഈ സമയം കൊണ്ട് ഞാൻ തേങ്ങ പൊട്ടിച്ചെടുക്കുകയാണ്. കാരണം കുറച്ച് ചമ്മന്തി അരയ്ക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു തേങ്ങ പൊട്ടിച്ചെടുത്തിട്ടുണ്ട്. അതിലെ വെള്ളം ബാക്കി വരുന്നത് ഞാൻ കുടിക്കും. കാരണം അതിൽ ഒരുപാട് ഗുണങ്ങൾ അടങ്ങിയിട്ടുണ്ട്. കുറച്ച് വെള്ളമൊക്കെ പുറത്ത് പോയിട്ടുണ്ട്, എന്നാലും കിട്ടുന്നത് ഞാൻ കുടിക്കാറുണ്ട്. അപ്പം ഈ തേങ്ങ ചിരക്കുകയല്ല ഞാൻ ചെയ്യുന്നത്, ഇങ്ങനെ പൂളി എടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പം ഞാൻ സാധാരണ നമ്മൾ മിക്സിയിലിട്ട് അരച്ചെടുക്കുന്ന ചമ്മന്തി അതല്ല, ഇത് വറുത്തെടുക്കുന്ന ചമ്മന്തിയാണ് ഉണ്ടാക്കാൻ പോകുന്നത്. അത് ഭയങ്കര അടിപൊളി ടേസ്റ്റാണ്. അപ്പം ഞാൻ വിചാരിച്ചു എന്തായാലും ഇന്ന് അതൊക്കെ അരച്ചിട്ടൊന്ന് ചോറ് കഴിക്കാം. അപ്പം അത് പൂളി എടുത്തിട്ട് ചെറുതായിട്ട് ഇങ്ങനെ തേങ്ങ അരിഞ്ഞു കൊടുക്കുകയാണ്. എന്നിട്ട് ഞാൻ വേറൊരു പാത്രത്തിലേക്ക് അത് മാറ്റി വയ്ക്കുകയാണ്. കുറച്ച് ചെറിയ ഉള്ളിയും കൂടെ അരിഞ്ഞെടുക്കുകയാണ്. കുറച്ച് പുളി കൂടെ വേണം, അപ്പൊ അതുകൂടെ ഇട്ട് കൊടുക്കാം. അപ്പൊ ഇതേ ഉരുളക്കിഴങ്ങ് കറക്റ്റ് പാകമായിട്ടുണ്ട്. ഞാൻ രണ്ടാമത്തെ തവണ ഇളക്കിയിട്ട് ഇട്ട് കൊടുത്തായിരുന്നു. ഇപ്പൊ ഫുൾ ഫിനിഷ് ആയിട്ടുണ്ട് അത്. അപ്പൊ അത് മാറ്റി വെക്കുകയാണ്. വറുത്തരച്ച ചമ്മന്തി ഉണ്ടാക്കാൻ പോവാണ്. അതിന് വേണ്ടിയിട്ട് എണ്ണ ഒഴിച്ചിട്ട് അതിലേക്ക് തേങ്ങാക്കൂത്തുകൾ ഇട്ട് കൊടുക്കുകയാണ്. നന്നായിട്ട് വഴറ്റിയെടുക്കാം. ഒരു ഗോൾഡൻ ബ്രൗൺ നിറം ആകുമ്പോഴത്തേക്കും ചെറിയ ഉള്ളിയും പുളിയും കൂടെ ചേർത്തിട്ട് വീണ്ടും വഴറ്റിയെടുക്കുകയാണ്. കുറച്ച് മുളക് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് എരിവിനനുസരിച്ച്. കറക്റ്റ് പാകമായിട്ടുണ്ട്. ഫ്ലെയിം ഓഫ് ചെയ്ത് ഇനി ഇത് വേറൊരു പാത്രത്തിലേക്ക് മാറ്റാം. ചൂട് മാറുമ്പോഴത്തേക്കും മിക്സിയുടെ ജാറിലിട്ട് അരച്ചെടുക്കാം. ഇതേ പാത്രത്തിൽ തന്നെ കുറച്ച് എണ്ണ ഒഴിച്ചിട്ട് അതിലേക്ക് കടുക്, ചെറിയ ഉള്ളി, കറിവേപ്പില എല്ലാം കൂടെ ചേർത്തിട്ട് നല്ലപോലെ ഒന്ന് വഴറ്റിയെടുക്കുകയാണ്. ഇനി ഇതിലേക്ക് വേവിച്ച് വെച്ച ഉരുളക്കിഴങ്ങ് കൂടെ ചേർത്ത് കൊടുക്കുകയാണ്. അധികം വേവിക്കേണ്ട ആവശ്യമില്ല, കാരണം ഓൾറെഡി വേവിച്ച് വെച്ചതാണ്. നന്നായിട്ട് എല്ലാം കൂടെ ഒന്നുകൂടെ മിക്സ് ചെയ്തെടുക്കുകയാണ്. ഇനി ഇതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി, അതുപോലെ തന്നെ മുളക് പൊടി രണ്ടും കൂടെ ചേർത്ത് കൊടുത്തിട്ട് വീണ്ടും ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്ത് വഴറ്റിയെടുക്കുകയാണ്. Fire and ice, I put it all on the line. It was worth it to me. I saw what we could be. Gave you my hand to hold. Didn't think you'd let go. When you lie in your bed. ചമ്മന്തിക്ക് വേണ്ടിയിട്ടുള്ള കൂട്ട് റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ ചൂടൊക്കെ മാറി. ഇപ്പം ഞാൻ മിക്സിയുടെ ഒരു ചെറിയ ജാറിലേക്ക് അത് മാറ്റിയിട്ട് ഒന്ന് അരച്ചെടുക്കുകയാണ്. നേരത്തെ ഉപ്പ് ചേർത്തിട്ടില്ലായിരുന്നു. അപ്പോൾ ഇപ്പം ഞാൻ ആവശ്യത്തിനുള്ള ഉപ്പൊക്കെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ടൊന്ന് അരച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇത് നന്നായിട്ട് ഉരുട്ടി വേറൊരു ബൗളിലേക്ക് മാറ്റുകയാണ്. ഭയങ്കര ടേസ്റ്റി ആയിട്ടുള്ള ഒരു ചമ്മന്തിയാണ്. എനിക്ക് പൊതുവേ ചമ്മന്തിയെല്ലാം ഭയങ്കര ഇഷ്ടമാണ്. സാധാരണ നോർമലായിട്ട് അരയ്ക്കുന്ന ചമ്മന്തി ആയാലും എല്ലാം ഭയങ്കര ഇഷ്ടമാണ്. ഇതിന് നല്ല നമുക്ക് ചോറൊക്കെ കഴിക്കാൻ വേണ്ടിയിട്ട് വേറെ ഒരു കറിയുടെ ആവശ്യമില്ല, ഈ ഒരു സാധനം മാത്രം മതി. അപ്പോൾ പയറുതോരൻ, ഉരുളക്കിഴങ്ങ് മെഴുക്ക് വരട്ടി, ചമ്മന്തി ഇത്ര റെഡി ആയിട്ടുണ്ട്. പിന്നെ കുറച്ച് തൈരുണ്ട്. ഞാൻ ആ തൈരും ഒരു ചെറിയ ബൗളിലാക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ കുക്കിംഗ് ഒക്കെ കഴിഞ്ഞ് ഞാൻ കഴിക്കാൻ പോവാണ്. അപ്പോൾ ചോറൊക്കെ ഇട്ടു, തൈര് എടുത്തിട്ടുണ്ട്. തൈര് ഞാനിങ്ങനെ വെറുതെ കഴിക്കാറാണ് കേട്ടോ, അതിനകത്തിട്ട് മിക്സ് ചെയ്ത് കഴിക്കാറില്ല. തൈര് ഞാൻ എപ്പോഴും എല്ലാ ദിവസവും തൈര് ഒരു ബൗളിൽ കഴിക്കാറുണ്ട്. ഭയങ്കര ഹെൽത്തിയാണ്. പയറുതോരൻ, അതുപോലെ ഉരുളക്കിഴങ്ങ് മെഴുക്ക് വരട്ടി, ചമ്മന്തി. ഒരു ഭയങ്കര ഭാരമായിട്ടുള്ള കോമ്പിനേഷനാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടൊരു കോമ്പിനേഷനാണിത്. ഇത് സാധാരണ എനിക്ക് കുറച്ചുകൂടെ ഇഷ്ടം വാഴയിലയിൽ പൊതിഞ്ഞിട്ടും പൊതിച്ചോറൊക്കെ കഴിക്കില്ലേ, അങ്ങനെ കഴിക്കാനാണ് എനിക്ക് ഏറ്റവും ഇഷ്ടം. പക്ഷെ ഇപ്പോൾ വാഴയില കിട്ടാൻ ഒരു വഴിയുമില്ല. നമ്മുടെ വീട്ടിലൊക്കെ ആണെങ്കിൽ കിട്ടിയേനെ. ഇവിടെ ഇപ്പോൾ ഫ്ലാറ്റൊക്കെ ഉണ്ട്, ഇവിടെ വാഴയില കിട്ടാൻ പാടാണ്. അപ്പം ഞാൻ എന്തായാലും കഴിക്കുകയാണ്. Fire and ice, I put it all on the line.
It was worth it to me. I saw what we could be. Gave you my hand to hold. Didn't think you'd let go. When you lie in your bed and I'm stuck in your head. One day. അങ്ങനെ ഫുഡൊക്കെ കഴിച്ചു, വെള്ളമൊക്കെ കുടിച്ചു. ഇനി ഞാൻ കുറച്ച് നേരം എഡിറ്റിംഗ് വർക്കിന് വേണ്ടി ഇരിക്കും. ഞാനിപ്പോൾ ഇൻസ്റ്റാഗ്രാമിൽ ഇടാൻ വേണ്ടിയിട്ടുള്ള ഒരു വീഡിയോ എഡിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇൻസ്റ്റയിൽ ഞാൻ റെഗുലറായിട്ട് വീഡിയോസ് ഇടാറുണ്ട്. ഹെയർ സ്റ്റൈൽസ് ആണ് കൂടുതലായിട്ടും ഇടാറുള്ളത്. അപ്പോൾ ഞാനിപ്പോൾ നവരാത്രി സ്പെഷ്യലായിട്ടുള്ള കുറേ ഹെയർ സ്റ്റൈൽസ് ഒക്കെ ഇടുന്നുണ്ടായിരുന്നു. അപ്പോൾ അതാണ് ഇപ്പം ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ കുറേ നേരം എന്തായാലും എഡിറ്റിങ്ങും അങ്ങനത്തെ കാര്യങ്ങളുമായിട്ടൊക്കെ ഇരിക്കും. അങ്ങനെ വൈകുന്നേരമായി. ഞാനിപ്പോൾ റെഡി ആവുന്നത് മോനെ വിളിക്കാൻ പോകണം. അപ്പോൾ അവൻ്റെ ബസ് താഴെ വരും. അപ്പോൾ അവനെ വിളിക്കാൻ വേണ്ടിയിട്ട് പോവുകയാണ്. അപ്പം ഞാനെൻ്റെ ഫേസ് ഒന്ന് വാഷ് ചെയ്തിട്ടുണ്ട്. എന്നിട്ട് മോയ്സ്ചറൈസറും സൺസ്ക്രീനും അപ്ലൈ ചെയ്യുന്നത്. വൈകുന്നേരത്തെ വെയിലുണ്ട്, അപ്പോൾ അത് കാരണം സ്കിന്നിൽ നിന്ന് പ്രൊട്ടക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് സൺസ്ക്രീനും കൂടെ ഇട്ട് കൊടുക്കുകയാണ്. എന്നിട്ട് കുറച്ച് ലിപ് ബാം ഇട്ട് കൊടുക്കുന്നുണ്ട്. ഹെയർ ഒന്ന് പോണിറ്റെയിൽ പോലെ കെട്ടി വയ്ക്കുന്നുണ്ട്. Fire and ice, I put it all on the line. It was worth it to me. I saw what we could be. Gave you my hand to hold. Didn't think you'd let go. When you lie in your bed and I'm stuck in your head. One day when you realize that ഞാൻ കുറച്ച് നേരത്തെ തന്നെ റെഡി ആയിട്ടുണ്ട്. ഈ ഒരു സമയം വെറുതെ കളയേണ്ടതെന്ന് കരുതിയിട്ട് നേരത്തെ കട്ടിലിൽ പിരിച്ച ഉണങ്ങിയ കുറേ തുണി ഉണ്ടായിരുന്നല്ലോ, അപ്പോൾ അതൊക്കെ ഒന്ന് മടക്കി വെക്കാമെന്ന് വിചാരിച്ചു. ഇത് എല്ലാ ദിവസവും ഒന്നും മടക്കി വെക്കൽ നടക്കാറില്ല. മിക്കവാറും ദിവസങ്ങളിൽ ഇതിങ്ങനെ കുന്നുകൂടി അവസാനം എല്ലാം കൂടെ ഒരുമിച്ചാണ് മടക്കി വെക്കാറ്. പക്ഷെ ഇത് കാണുമ്പോൾ മടക്കി വെക്കണം എന്ന് തോന്നുവാണെങ്കിൽ ഞാൻ മടക്കി വെക്കാറുണ്ട്. എല്ലാ ദിവസവും കറക്റ്റ് ആ ചിട്ടയോടുകൂടി എന്നും ഒന്നും മടക്കി വെപ്പ് നടക്കാറില്ല. ഇപ്പോൾ സമയമുള്ളത് കൊണ്ട് ഞാൻ ജസ്റ്റ് ഒന്ന് മടക്കിയിട്ട് കുറച്ച് തുണിയല്ലേ ഉള്ളൂ, ഇപ്പം മടക്കി വെക്കാന്ന് വിചാരിച്ചു. അങ്ങനെ ഒന്ന് മടക്കി വെക്കുകയാണ്. You were fire and ice, I put it all on the line. It was worth it to me. അപ്പൊ ഇന്നത്തെ ഒരു വ്ളോഗ് ഞാൻ ഇവിടെ വെച്ച് നിർത്തുകയാണ്. ഒരു ദിവസത്തെ എല്ലാ കാര്യങ്ങളും ഒന്നുമില്ല, കുറച്ച് കാര്യങ്ങളാണ് ഞാൻ നിങ്ങൾക്ക് ഇന്ന് കാണിച്ചു തന്നത്. അപ്പോൾ ഇന്നത്തെ ഒരു വ്ളോഗ് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു, നിങ്ങൾ എൻജോയ് ചെയ്തു എന്ന് വിചാരിക്കുന്നു. അപ്പോൾ നമുക്ക് ഇനി അടുത്തൊരു വീഡിയോയിൽ കാണാം. അതുവരെ എല്ലാവർക്കും ടാറ്റാ, ബൈ.